ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സ്കോട്ട്ലൻഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഏകദേശം സമയം 8:30 ഇപ്പോഴാണ് ജസ്റ്റ് നമ്മൾ എണീറ്റതുള്ളൂ. എണീറ്റപ്പോഴെ തന്നെ നമുക്ക് നല്ലൊരു കാഴ്ചയാണ് പ്രകൃതി നമുക്ക് സമ്മാനിച്ചത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ നമ്മൾ ഐൽ ഓഫ് സ്കൈയിൽ തന്നെ ഒരു ഐക്കോണിക് പ്ലേസായ ഐൽ ഓഫ് സ്റ്റോർ എന്ന് പറയുന്ന പ്ലേസ് ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ജസ്റ്റ് കണ്ടില്ല ആ വാനൊക്കെ പാർക്ക് ചെയ്തൊക്കെ. ഇപ്പം വരുന്നവർക്ക് ഇങ്ങനത്തെ, അതായത് ടെൻറ്റ് പിച്ചും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് ഇങ്ങനത്തെ സ്ഥലം നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ സ്റ്റേ അടിക്കാനും അവിടെ അങ്ങനെയുള്ള വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. രാവിലെ ഫ്രഷ് ആകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒരു 10-20 പൗണ്ട് പേ ചെയ്യണമെന്ന് മാത്രം. ഹലോ ഗൈസ്, നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് സ്നിസോട്ട് റിവർ. നല്ല ബ്യൂട്ടിഫുൾ റിവറാണിത്. നല്ല മനോഹരമായ മലനിരകളും ഒരു വല്ലാത്തൊരു അമേസിങ് എക്സ്പീരിയൻസിനാണ് നമ്മൾ ഇതുവഴിയുള്ള ഒരു കാറുള്ള റൈഡ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ നല്ല വണ്ടർഫുൾ എക്സ്പീരിയൻസ് തന്നെയാണ്. നിങ്ങൾ ആർക്കൊക്കെ എപ്പോഴൊക്കെ അവസരങ്ങളിൽ നിങ്ങൾ ധൈര്യമായിട്ട് പോലെ നിങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ്. ഇപ്പം നമ്മളിപ്പോൾ പോർട്രി എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടൗണുണ്ട്, അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ കടകളെല്ലാം വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരുന്നവർ എവിടെ നിങ്ങൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ മേടിക്കാനോ അല്ലെങ്കിൽ കഴിക്കാനോ അവസരം കിട്ടിയാൽ കഴിച്ചോണം. കാരണം അതാണ് ഇവിടുത്തെ ഒരു മെയിൻ ടൗൺ. എനിക്കൊന്ന് ഇവിടുന്ന് ഒരു 1 hour ഡ്രൈവ് ഉണ്ട്. അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അവിടെ ചെന്ന് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം നമുക്ക് ഒരു പീക്ക് നമുക്ക് നടന്ന് കീഴടക്കാനായിട്ട്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. മാൻ ഓഫ് സ്റ്റോർ എന്ന് പറയുന്ന പീക്കിലോട്ട്. നല്ല ബ്യൂട്ടിഫുൾ ഒരു കാഴ്ച തന്നെയെന്നാണ് പറയുന്നത്. നമുക്കിവിടെ ഒരു കോഫി ഷോപ്പുണ്ട്. ജസ്റ്റ് ഒരു കോഫി കുടിച്ചിട്ട് പോവാം. പിന്നെ ഇവിടെ നമുക്ക് ജങ്കാർ സർവീസും കാര്യമാണ് കേട്ടോ. ഈ കാണുന്നുണ്ടോ, നമുക്കിവിടെ ജങ്കാറിൽ വേണമെങ്കിൽ ഇതിൻ്റെ അങ്ങേ സൈഡിൽ നമുക്ക് പോകാം. നമുക്ക് എനിക്കൊന്ന് 1 hour കൂടുമ്പോൾ നമുക്ക് ഇവിടെ ജങ്കാർ സർവീസ് ഉണ്ട്. ഇത് ഐലൻഡുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ജങ്കാർ സർവീസാണ്. ഇതിപ്പോൾ നമുക്കിപ്പം ആ സൈഡിലോട്ട് നമുക്കിപ്പോൾ പോകാൻ പ്ലാനില്ല. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സൈഡ് നമുക്ക് കവർ ചെയ്തതിന് ശേഷം വേണം നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാനായിട്ട്. ഇപ്പം നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഒത്തിരി വളഞ്ഞു പോകണം. ഇതാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് നമുക്ക് അങ്ങോട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പോകാൻ പറ്റും. എനിക്കൊന്ന് ഇതിൻ്റെ ഇവിടുന്ന് ഏകദേശം നമുക്ക് ഒരു 1/2 മണിക്കൂർ കൊണ്ട് നമുക്ക് അതിൻ്റെ അക്കരെ എത്തും. പിന്നെ അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് പോകണം. പക്ഷേ കാറാണ് നമുക്കൊരു 1.5 മണിക്കൂർ എടുക്കുമെന്ന് തോന്നുന്നു ഡ്രൈവ് ചെയ്ത് കറങ്ങി എത്താനായിട്ട്. ഇപ്പം നമുക്ക് ഈ പോർട്രി എന്ന് പറയുന്ന സ്ഥലം നമ്മൾക്ക് ഇവിടെ നിന്ന് ഏകദേശം നിസ്സാര ദൂരമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഏകദേശം 1/2 മണിക്കൂർ ഡ്രൈവ് ചെയ്യുന്ന കേസേ ഉള്ളൂ. അവിടെ പോയി ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് എങ്ങോട്ടാണെങ്കിലും പോകാനായിട്ട്. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം കോഫിയും കുടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാം. ഇതുണ്ട്, ഇതിപ്പോൾ ജങ്കാറയിലിപ്പം വണ്ടി ഒന്ന് ഇറക്കുന്ന ഒരു ഭാഗമാണ് കാണുന്നത്. ഇവിടെ കുറേ പേരുണ്ട്, തിരിച്ച് അക്കരെ പോകാനായിട്ട് നിൽക്കുന്നവരുണ്ട്. ഇവിടെ നല്ല കാറ്റ് വീശുന്ന ഒരു പ്ലേസ് കേട്ടോ. നല്ല രീതിയിൽ കാറ്റുണ്ട് ഇവിടെ. കണ്ടോ, ഇപ്പം എനിക്ക് തന്നെ ഇവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അതുപോലെ കാറ്റടിക്കുന്നതാണ്. നല്ല തണുപ്പുമുണ്ട്. ഏതായാലും മോർണിംഗ് നല്ല സൂപ്പർ മോർണിംഗ് തന്നെയായിരുന്നു. പക്ഷേ ഇന്നലെ നമുക്ക് ഈ പറയുന്ന കണക്കൊന്നും ഉറക്കം നടന്നില്ല. കാരണം ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് രാത്രി 2 മണിയായപ്പോഴാണ് നമ്മൾ ഈ പ്ലേസിൽ എത്തിയത്. കാരണം ഇന്നലെ നമുക്ക് അവിടെ അക്കോമഡേഷൻ കിട്ടില്ല. അക്കോമഡേഷൻ കിട്ടി, നമുക്ക് ടെൻ്റ് അടിക്കാനുള്ള സംവിധാനം എല്ലാം കിട്ടി. പക്ഷേ അവിടെ ഒരു പ്രാണികളുണ്ട്. അതായത് അവിടെ ഇപ്പോൾ റൂം എടുത്തു കഴിഞ്ഞാൽ റൂമല്ല, നമുക്ക് ടെൻ്റ് അടിച്ചു കഴിഞ്ഞാലും അവിടെ ഭയങ്കര പ്രാണിശല്യമുണ്ട്. മഴ പെയ്തുകൊണ്ട് ഭയങ്കര ഒരു പ്രാണിശല്യമുണ്ട്. അത് ഭയങ്കര ഒരു ഡിസ്റ്റർബൻസാണ് നമുക്ക്. അതുകൊണ്ട് നമ്മൾ എടുത്തില്ല. അവർ തന്നെ പറഞ്ഞ് നിങ്ങൾ എടുക്കേണ്ട, അതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ച് ഡയറക്റ്റ് ഇന്നലെ ഡ്രൈവ് ചെയ്ത് പോരുമായിരുന്നു. ഏകദേശം 4 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു. അങ്ങനെ രാത്രി 2 മണിക്ക് ഇവിടെ ഒന്ന് കിടന്നു, വണ്ടിയെ തന്നെ കിടന്നു ഉറങ്ങി. പിന്നെ മോർണിംഗ് എണീറ്റ് ഒന്ന് ഫ്രഷപ്പൊക്കെ ആയിട്ട് നമ്മൾ അതൊക്കെ രാവിലെ സ്റ്റാർട്ട് ചെയ്തതാണ്. കണ്ടോ, ഇപ്പം തന്നെ ഇതിപ്പം തിരിച്ച് വണ്ടി കയറ്റിക്കൊണ്ട് ഈ കപ്പൽ ജങ്കാർ ഇവിടുന്ന് ഇപ്പം തന്നെ പോവുകയാണ് ഇവിടുന്ന്. ഓക്കെ, നമ്മളപ്പോൾ അങ്ങനെ വന്ന് പോർട്രി എന്ന് പറയുന്ന ഇതാണ് ചെറിയൊരു ടൗണ്. പോർട്രിയിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഏറ്റവും വർഷങ്ങൾ പഴക്കമുള്ള ഒരു ടൗണാണെന്ന് തോന്നുന്നു. കണ്ടോ, പഴയ ബിൽഡിങ്ങുകളും കാര്യങ്ങളും. ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, അത് തപ്പിയാണ് നമ്മൾ നമുക്കപ്പോൾ അങ്ങനെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പം നമ്മൾ പിന്നെ അവിടെ നിന്ന് ചെറിയൊരു ഫിഷ് ആൻഡ് ചിപ്സും കഴിച്ചിട്ട് നമ്മൾ പതുക്കെ ഓൾഡ് മാൻ ഓഫ് സ്റ്റോറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത്യാവശ്യം ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റേ ഉള്ളൂ ഇവിടെ. നമ്മളിപ്പോൾ തന്നെ അവിടെ എത്തും.
ഹലോ ഗൈസ്, നമ്മുടെ വണ്ടി ചെളിയിൽ പൊതിഞ്ഞിരിക്കുകയാണ്. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മുടെ ഒരു പരിചയക്കാരനല്ല, ഇവിടെ വന്ന് പരിചയപ്പെട്ടൊരു പുള്ളിക്കാരൻ്റെ ഒരു ടൊയോട്ടയുടെ 4x4 ആണെന്ന് തോന്നുന്നു. തള്ളിയേ കയറും, പക്ഷെ ഇവിടെ ആരും അങ്ങനെ തള്ളാനായിട്ട് ഇല്ല. അപ്പം അവരൊന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വലിച്ചു കയറ്റാൻ പോവുകയാണ്. കണ്ട, ഇവർ ജർമ്മനിയിൽ നിന്ന് വന്നവരാണ്, ബൈ റോഡ് ജർമ്മനിയിൽ നിന്ന് വന്നവരാണ്. അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ആ വണ്ടി വലിച്ചു കയറ്റാൻ പറ്റിയ പുള്ളി തന്നെ എല്ലാം മുൻകൈ എടുത്ത് ചെയ്തു. അതുകൊണ്ട് നമുക്ക് ഒരു വിഷയമില്ല. അവർ ഇങ്ങനെയും മനുഷ്യന്മാരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ അത് നമുക്കൊരു സമാധാനം. പുള്ളി നല്ലൊരു മനുഷ്യനാണ് പുള്ളി. പിന്നെ നമ്മൾ ഇവിടെ നല്ല കാറ്റും മഴയാണ്. നമ്മളപ്പം ഇവിടുന്ന് മുകളിലോട്ട് കയറാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പം നല്ല തണുപ്പുമുണ്ട്, നല്ല കാറ്റുമുണ്ട്. ഏതായാലും നോക്കാം. ഏകദേശം ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഒരു 3 മൈൽ ഏറ്റവും കുറഞ്ഞുണ്ട് നടക്കാനായിട്ട്. എല്ലാ ആൾക്കാരും നല്ല തിരക്കാട്ടോ. ഇവിടെ മഴയോ കാറ്റോ ഇതൊന്നും ഒരു പ്രശ്നമില്ല. ആൾക്കാർ നല്ല ഇതായിട്ട് എൻജോയ് ചെയ്തേ. നമ്മളൊക്കെ ഉള്ളൂ ഇച്ചിരി മടുപ്പൊക്കെ ആയിട്ട് നടക്കുന്നവരുണ്ടോ. ഇതൊക്കെ മടുത്തു. നമ്മൾ ഏതായാലും നോക്കാം നമുക്ക്. നമ്മളിപ്പോൾ ഇതിൻ്റെ പകുതിയായിട്ടുള്ളൂ. അവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഈ താഴെ കാണുന്ന കടലും ചെറിയ തടാകമൊക്കെ ഉള്ള ഇതൊക്കെയാണ് കാണുന്നത്. കണ്ടോ, ഈ കാണുന്നത് കടലിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. നല്ല ബ്യൂട്ടിഫുൾ കാഴ്ചയാണ് ഇവിടുന്ന്. കണ്ടോ, ഇതാണ് ഈ കല്ല്, നല്ല കുത്തനയിക്കുന്ന കല്ലുകളില്ലേ. അപ്പം അതിൻ്റെ ടോപ്പിലോട്ട് അത് കാണാനായിട്ടാണ് നമ്മൾ മുകളിലോട്ട് പോകുന്നത്. ഇത് ഇവിടുന്ന് അടുത്താന്നൊക്കെ തോന്നും, പക്ഷേ അത്യാവശ്യം നല്ല നടപ്പുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് നല്ലൊരു അമേസിങ് വ്യൂ തന്നെയാണ് കേട്ടോ അത്. കാരണം ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അത് എങ്ങനെ അവിടെ അത് നിൽക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഡൗട്ട്. പക്ഷേ നല്ലൊരു കാഴ്ച തന്നെയാണെന്ന് തോന്നുന്നു. കാരണം ഇവിടുന്ന് കാണുമ്പോൾ തന്നെ അതിൻ്റേതായ ഒരു ബ്യൂട്ടി ഉണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരാണ് പോയിട്ട് വരുന്നുണ്ടോ. ഡോഗിനെ കൊണ്ട് വരികയാണ്. രക്ഷയില്ല, കാറ്റും മഴയും കാരണം തകർന്നിരിക്കുകയാണ്. ഇത് മണ്ടയിൽ തിന്നില്ല. ഏകദേശം 1.5 കിലോമീറ്ററാണ് മൊത്തം. 1.5 കിലോമീറ്ററാണ് മൈതാനം അറിയില്ല. ഏതായാലും നല്ല നടപ്പുണ്ട്. നല്ലൊരു പ്ലേസ് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ കയറി ഫുള്ള് നനഞ്ഞു. കാരണം മഴ കാണിക്കില്ല, പക്ഷേ കാറ്റ് ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ മഴ 1 മണിക്ക് ശേഷം മഴ. അപ്പോൾ മഴയും കൂടി പെയ്താലുള്ള അവസ്ഥ ചിന്തിച്ച് വയ്ക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് തിരിച്ചിറങ്ങണം.
ഹലോ ഗൈസ്, നമ്മളിപ്പോൾ നൽകുന്ന ഐസ്ലോ സ്കൈയിൽ നമ്മൾ ഒരു വലിയൊരു മൗണ്ടൈൻ്റെ മുകളിലാണ്. നല്ല കിടുക്കൻ വ്യൂ നമ്മുടെ ഫ്ലാറ്റിൽ ആ പാറക്കല്ലുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ. കേട്ടോ, ആരാണ്ട് കൊണ്ട് വെച്ചത് കൂടെ കാണാം ആ പാറക്കല്ല് നിൽക്കുന്നത്, കൂർത്ത് നിൽക്കുന്ന പാറക്കല്ല്. ഇതിൻ്റെ ഒരു പേരുണ്ട്, ആ പേരെനിക്ക് ഞാനത് വിട്ടുപോയത്, എനിക്ക് വായിക്കൊള്ളാത്തൊരു പേരാണ്. ഏതായാലും നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. അല്ല കിടുക്കൻ, ഇഷ്ടം പോലെ ആൾക്കാരാണ്. മഴയാണെങ്കിലും ഒരു വിഷയമാണ് ആൾക്കാർ കയറി വരുന്നത്. എനിക്കത് പുറത്തുള്ളവരാണ് കൂടുതലും. രാവിലെ തൊട്ട് മഴയാണ് ഇവിടെ, ഭയങ്കര കാറ്റും മഴയാണ്, നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കാറ്റാണ്. അവിടെ എല്ലാ ആൾക്കാരാണ്. നമ്മുടെ ബാക്ക് സൈഡിൽ കാണുന്നത് അതായത് കടലിൻ്റെ ഭാഗമാണ് കാണുന്നത്. താഴെ റോഡ്, അവിടെ നല്ല എവിടെ നോക്കിയാലും നല്ല ബ്യൂട്ടിഫുൾ കാഴ്ച തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ താഴോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡ് ചെയ്യുന്നത് നിൽക്കുന്നതാണെങ്കിൽ ഇവിടെ വലിയൊരു പാറയുടെ വലിയൊരു മലയുടെ മുകളിലാണ് നിൽക്കുന്നത്. താഴെ കൂടെ ആൾക്കാരൊക്കെ നടന്നു പോകുന്നുണ്ട്. എൻ്റെ ബാക്കിൽ ആൾക്കാർ വരുന്നുണ്ട്, താഴെ നടന്നു പോകുന്നുണ്ടോ. ഇത് അത്ര ഹൈറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. നല്ല കിടുക്കനൊരു കാഴ്ച തന്നെയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്തേക്കണം. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ വരുന്നുണ്ട്. ഓക്കെ, ബൈ, സി യു.